ഹായ് ഫ്രണ്ട്സ്, പരിസരവാസികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന കോരടി മെറ്റൽ ക്രഷർ ചേർപ്പുങ്കൽ വീണ്ടും പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. പഞ്ചായത്തിന്റെ അനുമതി പോലും ഇല്ലാതെ ഏറെക്കാലം പ്രവർത്തിച്ച് അവസാനം കോടതി വിധിയെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്ന ഈ ക്രഷർ പ്രവർത്തിപ്പിക്കുന്നതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പരിസരവാസികളും ശക്തമായി തന്നെ എതിർക്കുകയാണ്. ഒന്നാമതായി തന്നെ വഴി ചിലയിടങ്ങളിൽ 3 മീറ്റർ മാത്രം വീതിയുള്ള ഈ ലിങ്ക് റോഡിലൂടെ ടോറസ് പോലെയുള്ള വലിയ വാഹനങ്ങൾ ഒരിക്കലും ഓടിക്കാൻ പാടില്ലാത്തതാണ്. ഇതേ റോഡരികിലാണ് ഗവൺമെൻറ് LP സ്കൂൾ, 2 അംഗൻവാടികൾ, 2 ക്ഷേത്രങ്ങൾ ഇവയുള്ളത്. ഏതെങ്കിലും വണ്ടി വന്നാൽ ക്ഷേത്രത്തിൽ പോകുന്നവർ കയ്യാലമാട് കയറുകയേ നിവൃത്തിയുള്ളൂ. നമ്പർ 2, പരിസ്ഥിതി പ്രശ്നം. റോഡിൽ നിന്നും 200 മീറ്ററിൽ കുറയാത്ത ദൂരമുണ്ടായിരിക്കണം എന്നാണ് നിയമം. എന്നാൽ ഇവിടെ റോഡിന് സമീപത്ത് തന്നെയാണ് ക്രഷർ. ബൗണ്ടറി വാളോ ഫെൻസിങ്ങോ ഇടയ്ക്കിടെ നനച്ചു കൊടുക്കുന്ന പരിപാടിയോ യാതൊന്നുമില്ല. പൊടിപടലങ്ങൾ സദാസമയവും ഉയർന്നു പൊങ്ങുന്നത് കാണാം. ഇത് പരിസരവാസികൾക്ക് ആസ്മ മുതലായ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഏതാണെങ്കിലും ഇപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കോർട്ടിലാണ്. പഞ്ചായത്ത് കമ്മിറ്റി വേണം തീരുമാനിക്കാൻ ഈ പ്രസ്ഥാനം നടക്കണമോ വേണ്ടയോ എന്നുള്ളത്. നിയമാനുസൃതമായി ഒരു ക്രഷർ നടത്തുവാനായി ഏതൊരാൾക്കും അവകാശമുണ്ട്. പക്ഷെ പ്രശ്നമെന്ന് പറയുന്നത് ഇത്രയേറെ ജനനിബിഡമായ ഒരു സ്ഥലത്ത് ഇത് നടപ്പാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. 200 മീറ്റർ ചുറ്റളവിൽ കുറേ വീടുകളുണ്ട്. ഒന്നാമതായി തന്നെ മാർസിലോ മെഡിസിറ്റി ഇതിനോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയേറെ പരിസര മലിനീകരണത്തിന് കാരണമാകുന്ന ഈ മെറ്റൽ ക്രഷർ ഇവിടെ വേണമോ എന്നുള്ളതാണ് പ്രശ്നം. ഇത്രയേറെ ജനനിബിഡമായ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു പ്രസ്ഥാനം വന്നാൽ ജനങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും തികച്ചും ഹാനികരം തന്നെയാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒപ്പം നിൽക്കുമെന്നും ഇതിനെ ശക്തമായി എതിർക്കുമെന്നും ഉറച്ചു വിശ്വസിക്കുകയാണ്. താത്വികമായി എല്ലാവരും ഇതിനോട് അനുകൂലിക്കുന്നുണ്ട് എങ്കിൽ പോലും ചില മെമ്പേഴ്സ് എങ്കിലും സ്വാധീനിക്കപ്പെടുമോ എന്ന ആശങ്കയും പരിസരവാസികൾക്കുണ്ട്, പ്രത്യേകിച്ചും UDF പഞ്ചായത്ത് മെമ്പർമാർ. കാരണം പണം മുഖാന്തരമോ അല്ലാതെയോ സ്വാധീനിക്കാനുള്ള ശക്തിയുള്ളവരാണ് ഈ മെറ്റൽ ക്രഷറിന്റെ മാനേജ്മെന്റ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ സ്വാധീനിക്കപ്പെട്ടു പോകുമോ, ഇത് അട്ടിമറിക്കപ്പെട്ടു പോകുമോ എന്നൊരു ഭയാശങ്കയും ഈ പ്രദേശത്തെ പരിസരവാസികൾക്കുണ്ട്. ഏവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു.